തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. എല്ലായിടത്തും ഡൈവേഴ്സിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 1000 രൂപ നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു മിഡ് ക്യാപ്പിൻ്റെ ETF മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 250 രൂപയെ വരുന്നുള്ളൂ. നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. നമ്മളത് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യാനാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട്. വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1000 എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2000 ഇട്ട് തുടങ്ങും, പിന്നെ അത് 4000 ആവും, പിന്നെ അത് 5000 ആവും. അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ടോട്ടൽ ക്യാപിറ്റലും വളരും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാർക്കറ്റിൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളുടെ റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിനെ നന്നായി ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഇൻവെസ്റ്ററും ചെയ്യേണ്ടത്. ഇപ്പം എനിക്കിപ്പോൾ ടോട്ടൽ ഒരു 1 CR അസറ്റ് ഉണ്ട്. അപ്പം ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി എൻ്റെ നഷ്ടം ഞാൻ കളയണോ, അതോ കുറേ ലാഭം ഉണ്ടാക്കി അതിലൊരു പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ളതാണ്. അപ്പം എൻ്റെ സജഷൻ എപ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ ഏറ്റവും മുമ്പിലോട്ട് നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ടാക്സ് കൊടുക്കും. ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഏതൊക്കെ IPOയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാം. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു ലോങ് ടൈം നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 5000 10,000 ഒക്കെ നിക്ഷേപിച്ചവരാണ് ഇന്ന് കോടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ ആ ഒരു കൺവിക്ഷൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കിപ്പം 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ മാത്രമേ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഒരു മുന്നേറ്റം നടത്തുന്നതാണ്, അതോ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഞാൻ ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട്, അതോ വേറെ ഏതെങ്കിലുമൊക്കെ ഏരിയയിൽ എനിക്ക് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ, എൻ്റെ സമ്പാദ്യം വളർത്തിക്കൊണ്ടുവരാൻ? തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. എല്ലായിടത്തും ഡൈവേഴ്സിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് 1000 രൂപയോ എൻ്റെ കയ്യിലുള്ളൂ എങ്കിൽ അതെങ്ങനെ ഞാൻ? തീർച്ചയായിട്ടും ഇപ്പോൾ 1000 രൂപ നമ്മുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു മിഡ് ക്യാപ്പിന്റെ ETF മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 250 രൂപയെ വരുന്നുള്ളൂ ഒരു യൂണിറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു സ്മോൾ ക്യാപ്പിന്റെ ETF മേടിക്കണം എന്നുണ്ടെങ്കിൽ 50-60 രൂപയെ വരുന്നുള്ളൂ. പ്ലസ് നമുക്കൊരു ലാർജ് ക്യാപ്പിൻ്റെ ETF മേടിക്കണം എന്നുണ്ടെങ്കിൽ അഗെയിൻ ഒരു 250 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ലാർജ് ക്യാപ്പിലും ETF മേടിക്കാൻ നമുക്ക് എക്സ്പോഷർ കിട്ടി. പ്ലസ് നമുക്ക് വീണ്ടും ഒരു ഗോൾഡ് ETF മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയെ വരുന്നുള്ളൂ. പ്ലസ് നമുക്കിനി ഗ്ലോബൽ മാർക്കറ്റിൻ്റെ എക്സ്പോഷർ വേണമെന്നുണ്ടെങ്കിൽ നാസ്ഡാക്ക് 100 ETF മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 150 രൂപയെ വരുന്നുള്ളൂ. അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഡെപ്റ്റ് ഫണ്ടിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറോദയുടെയൊക്കെ ഡെപ്റ്റ് ഫണ്ട് ഒക്കെ ലിക്വിഡ് ഫണ്ടൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 1000 രൂപയ്ക്ക് തന്നെ നമുക്ക് എല്ലായിടത്തും ഇക്വിറ്റിയിലും ഗോൾഡിലും ഡെപ്റ്റിലും നമുക്ക് എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ എത്ര രൂപ എന്നുള്ളതിലല്ല, പകരം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. 1000 രൂപയ്ക്ക് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഒരു മൾട്ടി ക്യാപ് ഫണ്ടുകളുണ്ട്, ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുണ്ട്. ഈ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ മാത്രം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, 3 ലാർജ് ക്യാപ്പിലും കിട്ടി. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മൾട്ടി അസറ്റ് ഫണ്ടുകളുണ്ട്. മൾട്ടി അസറ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി എക്സ്പോഷർ ഉണ്ട്, ഗോൾഡ് എക്സ്പോഷർ ഉണ്ട്, ഡെപ്റ്റ് എക്സ്പോഷർ ഉണ്ട്. അതായത് 2ൽ കൂടുതൽ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മൾട്ടി അസറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ 1000 രൂപ ഇപ്പം ICICI Prudentialന്റെ മൾട്ടി അസറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് എല്ലാത്തിലും എക്സ്പോഷർ കിട്ടി. അപ്പം നമുക്കൊരു 1000 രൂപ ഉണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ. അതെ നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. നമ്മളത് ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യാനാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട്. വൺസ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1000 എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 2000 ഇട്ട് തുടങ്ങും, പിന്നെ അത് 4000 ആവും, പിന്നെ അത് 5000 ആവും. അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ടോട്ടൽ ക്യാപിറ്റലും വളരും. അത് നമ്മൾ വളർന്ന് കണ്ടു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര തരും. കാരണം ഇപ്പം ജിമ്മിലൊക്കെ പോകുന്നവർ പറഞ്ഞു കേൾക്കാറില്ല, ഇപ്പം വൺസ് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യത്തെ 3 മാസം നമുക്ക് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അതിനുള്ളിൽ തന്നെ പല ആൾക്കാരും നിർത്തിപ്പോവും. പക്ഷെ ഒരു 3 മാസം നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയാൽ പിന്നെ അവരതിന് ചിലപ്പോൾ അഡിക്റ്റ് ആവും, പിന്നെ അവർ അത് വിടത്തില്ല, അവരെല്ലാ കാലവും അത് ചെയ്തു പോകും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റിൽ തുടക്കത്തിൽ ചിലപ്പോൾ രസം ഉണ്ടാവില്ല, ചിലപ്പോൾ ആദ്യത്തെ 1-2 വർഷം വലിയ പൈസ ഉണ്ടാവില്ല, വലിയ റിട്ടേൺ കാണത്തില്ല. പക്ഷേ 2 വർഷമോ 3 വർഷമോ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകാനും അത് സർവൈവ് ചെയ്യാനും പറ്റിയാൽ പിന്നെ ആ ക്യാപിറ്റൽ വളരുന്ന കാണുമ്പോൾ പിന്നെ അയാൾ നിർത്തത്തില്ല, അയാൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫസ്റ്റ് ആ 3 വർഷം സർവൈവ് ചെയ്യുക, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എത്ര രൂപ എന്നുള്ളതിനല്ല. ഇൻഫ്ലേഷനെ അതിജീവിക്കാനാണല്ലോ കൂടുതൽ ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ നമ്മളോട് പറയാറുള്ളത്. കാരണം FD ആണെങ്കിലും ഒക്കെ റിട്ടേൺ കിട്ടുന്നതിൽ കുറവുണ്ടല്ലോ. അപ്പം
എന്താ പറയുക, യുദ്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ബജറ്റ് ഉണ്ട്, മറ്റ് ആഗോള പ്രതിസന്ധികളുണ്ട്. ഇതൊക്കെ ഒരു വരുമ്പോഴത്തേനും ഒരു നിക്ഷേപകൻ ശരിക്കും ഭയപ്പെടാറുണ്ട്. അയ്യോ, ഇത് എന്ത് സംഭവിക്കും, ഇനി ഇതിൽ നിക്ഷേപിച്ചതിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. എങ്ങനെയാണ് ഇത്തരം നോയ്സുകളെ കട്ട് ചെയ്യേണ്ടത്? ഒരു നിക്ഷേപകൻ ശ്രദ്ധിക്കേണ്ട വാർത്തകളൊക്കെ എത്തരത്തിലുള്ളതായിരിക്കണം? ഇപ്പം വാർത്ത എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ന്യൂസുകൾ എല്ലാ കാലവും വന്നുകൊണ്ടേയിരിക്കും. അപ്പം ന്യൂസുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ പാനിക് ആകാൻ തുടങ്ങിയാൽ നമുക്ക് എപ്പോഴും പാനിക് ആകാനേ സമയം ഉണ്ടാവുള്ളൂ. പാനിക് ആകുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാർക്കറ്റിൽ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മളുടെ റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിനെ നന്നായി ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഇൻവെസ്റ്ററും ചെയ്യേണ്ടത്. ഇപ്പം എനിക്കിപ്പോൾ ടോട്ടൽ ഒരു 1 CR അസറ്റ് ഉണ്ട്, അതിനുള്ള ഒരു 20 lakhs മാത്രമാണ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ എൻ്റെ എനിക്കൊരു ആകെ 20 ലക്ഷം രൂപയെ സേവിങ്സ് ഉള്ളൂ. എനിക്ക് വേറെ സേവിങ്സോ കാര്യങ്ങളോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നുമില്ല. ഞാൻ 20 ലക്ഷം രൂപയെ മാർക്കറ്റിലോട്ടാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഇക്വിറ്റിയിൽ ഇടാതെ പകരം നമ്മൾ കുറച്ച് ഡെപ്റ്റ് ഫണ്ടിലോട്ടും കുറച്ച് ഗോൾഡിലോട്ടും കുറച്ച് ഇക്വിറ്റിയിലോട്ടും കൂടി കൊടുത്ത് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആഗോള പ്രശ്നങ്ങളും കറക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഗോൾഡോ ഡെപ്റ്റ് ഫണ്ടോ അതിനെ മാനേജ് ചെയ്യും. നമുക്ക് ഇക്വിറ്റിയിൽ വലിയ നഷ്ടം ഉണ്ടാവില്ല. അതേപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇക്വിറ്റി നമുക്ക് ന്യായമായ റിട്ടേൺ തരും. അതുകൊണ്ട് തന്നെ ഇതൊരു ആവറേജ് ആയിട്ട് എപ്പോഴും മാർക്കറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗണിൽ അതെപ്പോഴും നമുക്ക് ഈസി ആയിട്ട് വലിയ പാനിക്ക് തരാതെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കറക്റ്റ് ആയിട്ടുള്ള അസറ്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള അലോക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്താൽ. അതുപോലെ ഷെയർ വിൽക്കുമ്പോൾ വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പലരെയും ഒരു ടെൻഷൻ ആക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനിലാക്കാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണോ? ഇല്ല, അതൊരു നല്ലൊരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ടാക്സ് ഹാർവെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ താൽക്കാലികമായി ആ ടാക്സിനെ നമ്മൾ ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് ആ ടാക്സിനെ അടുത്ത വർഷത്തേക്കും കൂടി നീട്ടിക്കൊണ്ടു പോകുന്നു എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ലാഭത്തിൻ്റെ പുറത്താണ് ടാക്സ്. അപ്പം ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി എൻ്റെ നഷ്ടം ഞാൻ കളയണോ, അതോ കുറേ ലാഭം ഉണ്ടാക്കി അതിലൊരു പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കുന്നതാണോ നല്ലത് എന്നുള്ളതാണ്. അപ്പം എൻ്റെ സജഷൻ എപ്പോഴും നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഏറ്റവും മുമ്പിലോട്ട് നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ടാക്സ് കൊടുക്കുക. അല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പലതരം മാറ്റങ്ങൾ വരുത്തി അല്ലെങ്കിൽ ഒരു മൈക്രോ മാനേജ് ചെയ്ത് അതൊരു എന്താ പറയുക, ഒരു മോശം അവസ്ഥയിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരാൾ ആ 50 വയസ്സിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഇറങ്ങുന്നതാണോ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം, അതോ സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗം തിരഞ്ഞെടുക്കുന്നതാണോ നല്ലത്? ഇല്ല, 50 വയസ്സുള്ള ഒരാൾക്കും തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു 30 വയസ്സുള്ള ഒരാൾ ചിലപ്പം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു 80%, 90% ഇക്വിറ്റി എക്സ്പോഷർ കൊടുക്കുമായിരിക്കും. 50 വയസ്സുള്ള ഒരാൾ ഒരു 25% ഇല്ലെങ്കിൽ മാക്സിമം 30% മുകളിൽ ഒരു ഇക്വിറ്റി എക്സ്പോഷർ കൊടുക്കാതിരിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് നോർമൽ ഡെപ്റ്റ് ഫണ്ടിൽ നിന്നോ FDയിൽ നിന്നോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ 10-15% നമുക്ക് റിട്ടേൺ കിട്ടും. ഇനി ഇൻ കേസ് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നാലും നമ്മളുടെ ബാക്കിയുള്ളത് 30% ഇക്വിറ്റിയും 70% ഫിക്സ്ഡ് ഇൻകം ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ വലിയ നഷ്ടമൊന്നും ഇല്ലാണ്ട് ചിലപ്പോൾ നമുക്കൊരു 8% കിട്ടുന്നതിന് പകരം ചിലപ്പോൾ 6%, 5% റിട്ടേൺ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും നമുക്ക് നഷ്ടമില്ലാതെ സേഫായി സമാധാനത്തോടെ നിൽക്കാൻ പറ്റും. മുകളിലോട്ട് പോയാൽ 8-ന് പകരം 10-12 നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു ഇക്വിറ്റി എക്സ്പോഷർ ഒന്ന് കൺട്രോൾ ചെയ്യുക, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം കൊടുക്കുക എന്നുള്ളൂ. അവർക്കും അതായത് 50 above ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ വരുന്ന IPOകൾക്കൊക്കെ ഭയങ്കര ജനപ്രീതി ലഭിക്കാറുണ്ടല്ലോ. ഒരു IPO നല്ലതാണോ മോശമാണോ എങ്ങനെയാണ് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക? ഞാൻ പേഴ്സണലി IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഞാൻ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ആ ഒരു കമ്പനിയെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചെയ്യേണ്ടത്. പക്ഷേ നോർമലി മാർക്കറ്റിൽ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു IPO വരുന്ന സ്റ്റോക്കുകളുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം, അതായത് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ എത്ര മാർക്കറ്റ് പ്രീമിയത്തിലാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ IPO ഈ ആഴ്ച വരുന്നുണ്ട്. അപ്പം അതിപ്പം 100 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ അത് 120 ആണ്. അതായത് 20% മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മേ ബി ഒരു 10-15% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഈ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കി കുറേ ആൾക്കാർ പെട്ടെന്ന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഡേയിൽ മിക്ക സമയങ്ങളിൽ ഒരു 90% ഗ്രേ മാർക്കറ്റ് പ്രീമിയം പോലെ തന്നെ നമുക്കതിൽ ലിസ്റ്റിംഗ് കിട്ടുകയും ആ ഒരു ഗെയിൻ എടുത്ത് അപ്പം തന്നെ വിറ്റ് മാറുകയും
ചെയ്യാറുണ്ട്. അപ്പം IPO ത്രൂ ഒരു ക്വിക്ക് ഗെയിൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഫോളോ ചെയ്തുകൊണ്ട് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഏതൊക്കെ IPOയിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യാം. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു ലോങ് ടൈം നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കമ്പനിയെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള ഒരു നോളജ് വേണം. ഇപ്പൊ പെന്നി സ്റ്റോക്ക് വാങ്ങിക്കൂട്ടിയിട്ട് പണക്കാരാകാമെന്ന് വിചാരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. പക്ഷെ അത് കൂടുതൽ അവരെ ബാധ്യതകളിലേക്ക് നയിക്കുകയാണല്ലോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു നല്ല സമ്പാദ്യം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? അല്ല, നമുക്ക് ഒന്ന് പെന്നി സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോക്കുകൾ അത്രയും വില കുറഞ്ഞ് നിൽക്കുന്നതിൻ്റെ കാരണം ആ ഒരു കമ്പനിക്ക് അത്രയും ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടോ ആയിരിക്കാം. മേ ബി ആ ഒരു പ്രശ്നങ്ങൾ അവർ അതിജീവിച്ച് കഴിയുമ്പോൾ പെന്നി സ്റ്റോക്കുകൾ വളരെ വലിയ രീതിയിൽ റാലി ചെയ്യുന്നതും നമ്മൾ പലതും കാണാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു 5% ഇല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 10% ഇപ്പോൾ പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കമ്പനി റിക്കവറായി വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന, നമ്മളിപ്പോൾ കുറേ പെന്നി സ്റ്റോക്കുകളെ കുറിച്ച് പഠിച്ചു, നമുക്ക് തോന്നുവാണ് ഇന്ന 3 കമ്പനി ഇപ്പോൾ താൽക്കാലിക പ്രശ്നങ്ങൾ കൊണ്ടാണ്, ഭാവിയിൽ ആ പ്രശ്നം തീരും, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തിരിച്ചു കയറി വരും, അപ്പോൾ അത് വലിയൊരു ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്കുണ്ടെങ്കിൽ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം നമ്മൾ പെന്നി സ്റ്റോക്കുകളിൽ കൊടുക്കുകയും ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സേഫ് ആയിട്ടുള്ള അസറ്റ്, സേഫ് മീൻസ് ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളോ ETFകളോ ഇല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകളിലോ മാത്രം കറക്റ്റായി ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ക്യാപിറ്റലിന് വലിയ തട്ടുകേടില്ലാണ്ട് നിൽക്കാനും അത് ഗ്രോ ചെയ്യാനും എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ പെന്നി സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ 10 മടങ്ങ് അല്ലെങ്കിൽ 20 മടങ്ങ് വളർച്ചയുള്ള ഓഹരികൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരന് സാധിക്കും. അത് എങ്ങനെ സാധിക്കും? അതുപോലെ ഇപ്പോൾ അവർക്ക് വലിയ ടൂൾസ് ഒന്നും ഉണ്ടാവില്ല, അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എങ്ങനെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുക? അല്ല, നമുക്കിപ്പോൾ ഒരു കമ്പനി 20 മടങ്ങ് ഉറപ്പായും പോകുമെന്നോ ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എക്സാക്റ്റ് കണ്ടുപിടിക്കാനുള്ളൊരു വഴിയില്ല. നമ്മളുടെ പഠനം വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ കൺവിക്ഷൻ, ആ കൺവിക്ഷൻ ഉണ്ടാക്കുന്നത് പല രീതിയിലാകാം. ഇപ്പം വളരെ ഡീപ്പായിട്ടൊരു കമ്പനിയെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ട് കൺവിക്ഷൻ ഉണ്ടാകാം, ഇല്ലെങ്കിൽ വെറുതെ നമ്മളുടെ ചുറ്റുപാട് നോക്കിക്കൊണ്ട് നമുക്ക് ഓക്കെ ഇത്തരത്തിലുള്ള ബിസിനസ്സിന് ഭാവിയിൽ വളരെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു കൺവിക്ഷൻ ഉണ്ടാക്കാം. സോ ബേസിക്കലി നമ്മളൊരു കൺവിക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് കൺവിക്ഷൻ ഉണ്ട് എന്ന് തോന്നുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുക, അതിനെ വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കൺവിക്ഷൻ്റെ പിന്നിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തും ആകാം. അതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള അനാലിസിസ് ആകാം. അത്രയും ഡീപ്പായി അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മുടെ കൺവിക്ഷൻ കുറേ കൂടി സ്ട്രോങ് ആണ്, നമ്മൾ അത്രയും പഠിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പം നമ്മൾ റാൻഡമായി ഇപ്പം ഇലക്ട്രിക് ബാറ്ററീസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഇല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററീസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുവാണ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ 2035-ലോ 40-ലോ ഇലക്ട്രിക് വെഹിക്കിളിൽ അത്രത്തോളം ഗ്രോ ചെയ്യും. ആ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ബാറ്ററി ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് വളരെ വലിയ രീതിയിൽ ബെനിഫിറ്റ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള തോട്ടാണ്, ഞാൻ വേറെ പഠിച്ചിട്ടോ കാര്യങ്ങളോ അല്ല പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി അത്തരം കമ്പനികളെ കണ്ടെത്തി അതിൽ നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ വർക്കായാൽ വലിയ റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം പണ്ട് IT കമ്പനികളൊക്കെ വന്ന സമയത്ത് ഭാവിയിൽ IT വരുമെന്ന് വിശ്വസിച്ച് 5,000, 10,000 ഒക്കെ നിക്ഷേപിച്ചവരാണ് ഇന്ന് കോടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെ ആ ഒരു കൺവിക്ഷൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺവിക്ഷൻ്റെ പിന്നിൽ ഫണ്ടമെൻ്റൽ ഓർ നമ്മുടെ സിമ്പിൾ ലോജിക് ഇൻവെസ്റ്റ് ചെയ്യുക. ഫണ്ടമെന്റൽ പഠിച്ച ഒരാൾക്ക് കുറെ കൂടി ലാർജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അത്രയും സ്റ്റഡി ഉള്ളതുകൊണ്ട്. ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പം ആ കൺവിക്ഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് മേ ബി പറഞ്ഞാൽ 10,000-ഓ 20,000-ഓ പോയാൽ പോകട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്താണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത്ര രൂപയുണ്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര ഇത് നമ്മുടെ കയ്യിലുണ്ട്, സേവിങ്സ് ഉണ്ട് എന്ന് വിലയിരുത്തി നമുക്ക് ജോലി രാജിവെച്ചിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? അതിനൊരു സിമ്പിൾ കണക്ക് വെച്ചൊന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു സിമ്പിൾ കണക്ക് എനിക്കറിയത്തില്ല. പക്ഷേ ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ആ ഒരു എന്താ പറയുക, പണം നമ്മളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ബാധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു ബേസ് കൺസെപ്റ്റാണത്. അതിനിപ്പം പല ആൾക്കാരും ബാങ്കിൽ FD ഇട്ട് ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ ഇരുന്നാലാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പണ്ട് മുതലേ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന വലിയൊരു അസറ്റ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ട് എങ്കിൽ നമുക്കെന്താണ്, എൻ്റെ ജോലി പോകുമോ അല്ലെങ്കിൽ ഈ ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പേടിച്ച് ഇല്ലെങ്കിൽ ആ ഒരു ആവലാതിയോടുകൂടി ജോലി ചെയ്യേണ്ടി വരത്തില്ല. കാരണം ജോലി പോയാൽ എനിക്ക് അവിടെ അസറ്റ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ട്. ആ ബോധ്യം ഉള്ളപ്പം സമാധാനത്തോടു കൂടി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഈ പറഞ്ഞ ലേ ഓഫോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ വറീഡ് ആകണ്ട. ആ ഒരാളും ആക്ച്വലി ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാം മൈൻഡ് സെറ്റിലോട്ട് എത്തുക എന്നുള്ളതാണ് ബേസിക്കലി ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അല്ലാതെ കുറേ അസറ്റ് ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നാലാണ്, വെറുതെ എല്ലാം വിട്ട് ജോലിയും വിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നത് എന്നൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് നല്ലൊരു അസറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് പാഷനുള്ള, ഇപ്പം നമുക്ക് പാഷനുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നന്നായി വരയ്ക്കുന്നവരുണ്ടാകാം, നന്നായി പല കാര്യങ്ങളുണ്ട്, സ്വന്തം സ്കില്ലുള്ളവർ. പക്ഷേ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് അതൊക്കെ മാറ്റി നിർത്തി ജോലിക്ക് പോകുന്നവരുണ്ടാവും. അവർക്കൊരു ഏജ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പരിധിയിൽ കൂടുതൽ ക്യാപിറ്റൽ ആയാൽ അവർക്ക് എന്ത് ചെയ്യാം, വലിയ പേടിയില്ലാണ്ട് ആ ജോലി രാജിവെക്കാനും അവരുടെ പാഷൻ പിന്തുടരാനും വേണ്ടിയിട്ട് പറ്റും. അഥവാ പാഷൻ്റെ പുറകെ പോയി വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും അസറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് സേഫായി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു തോട്ട് പ്രോസസ്സിനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കണക്ക് പ്രകാരമൊക്കെ പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ പല വീഡിയോസ് കാണുമ്പോഴോ ഇല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴോ $1 മില്യൺ ഉണ്ടെങ്കിലാണ് ഇവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് ഒന്നും പേടിക്കാണ്ട്. അന്ന് പറയുമ്പോൾ ചിലപ്പോൾ 8 കോടി 9 കോടി രൂപയൊക്കെ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട, ഒരു തരത്തിലും ഒന്നും പേടിക്കാണ്ട് നമുക്ക് ഏത് ടൗണിലും ഒരു നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ നമുക്ക് നാട്ടിൽ പോയി 25,000-30,000 രൂപ ചിലവാക്കി ജീവിക്കുന്ന ഒരാൾക്ക് മേ ബി 1-2 കോടി ഉണ്ടെങ്കിലും ഈസി ആയിട്ട് അത് പറ്റും. അപ്പം നമ്മളാണ് അത് ഡിഫൈൻ ചെയ്യേണ്ടത്, നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഇത്രയും സമയം നമ്മളോടൊപ്പം ഇരുന്നതിന്. ഓക്കെ, താങ്ക് യു.